ഹലോ എല്ലാവർക്കും വിൻടിപ്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ജോബ് ന്യൂസ് ആയിട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള എക്സ് സർവീസ് മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം ECHS കണ്ണൂർ സ്റ്റേഷൻ സെല്ലിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലായി പ്രവർത്തിക്കുന്ന ECHS പോളി ക്ലിനിക്കുകളിലാണ് അവസരം. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. ലഭ്യമായിട്ടുള്ള ഒഴിവുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളാണ് ഇവിടെ പറയുന്നത്. ആ ഒഴിവുകളുടെ ഏതൊക്കെയാണ് യോഗ്യത വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ യോഗ്യതാ വ്യവസ്ഥകൾ ഇപ്പോൾ ലബോറട്ടറി അസിസ്റ്റന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന യോഗ്യതകളൊക്കെയാണ് വരുന്നത്. DMLT അല്ലെങ്കിൽ സായുധ സേനയിലെ ക്ലാസ് 1 ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പൂർത്തിയാക്കിയിരിക്കണം. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. മറ്റൊരു പോസ്റ്റാണ് ഡെന്റൽ അസിസ്റ്റന്റ് ഓർ ഹൈജീനിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ എന്താന്ന് വെച്ചാൽ ഡിപ്ലോമ ഇൻ ഡെന്റൽ ഹൈജീന് ഡോറ അല്ലെങ്കിൽ ക്ലാസ് 1 DH കോഴ്സ് പൂർത്തിയാക്കിയവരായിരിക്കണം. ഇനി ഡെന്റൽ ഡ്യൂട്ടിയിൽ 5 വർഷത്തെ പരിചയവും ഉണ്ടായിരിക്കണം. പ്യൂൺ ജോലിയുടെ പ്രത്യേകത അല്ലെങ്കിൽ പ്യൂൺ ജോലിയുടെ യോഗ്യത പറയുന്നത് 8ാം ക്ലാസ് വിജയിച്ചവർക്ക് അല്ലെങ്കിൽ സായുധ സേനയിലെ GD ട്രേഡ് യോഗ്യതയുള്ളവർ, 5 വർഷത്തെ പരിചയം അതിലും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്രത്യേക പരിഗണനയുള്ള ഒരു വിഭാഗമുണ്ട്. അതാരാണ്? വിരമിച്ച സേനാംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അപേക്ഷിക്കുമ്പോൾ മുൻഗണന ലഭിക്കും. വിരമിച്ച സൈനികർക്കും യോഗ്യതയുള്ള സാധാരണക്കാർക്കും അപേക്ഷിക്കാം എന്ന് പറയുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള രേഖകൾ? വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, ആധാർ കാർഡ് പകർപ്പുകൾ. മുൻ സൈനികരാണെങ്കിൽ ഡിസ്ചാർജ് ബുക്ക്, പെൻഷൻ, പേയ്മെന്റ് ഓർഡർ എന്നിവയുടെ പകർപ്പുകൾ വേണം. എല്ലാ രേഖകളുടെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയതും ആയിരിക്കണം. അതായത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എന്തായിരിക്കണം, എല്ലാ രേഖകളും അങ്ങനെയുള്ളതായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇനി എന്താണ് ശമ്പള വിവരങ്ങൾ? തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ പ്രതിമാസ വരുമാനം ECHS ചട്ടങ്ങൾ പ്രകാരം നിശ്ചയിക്കും എന്നുള്ളതേ പറയുന്നതുള്ളൂ. കൃത്യമായിട്ടൊരു എമൗണ്ട് നമ്മുടെ ഇതിൽ പറയുന്നില്ല. ഓക്കെ, ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്? www.echs.gov.in എന്ന് പറയുന്ന ഔദ്യോഗിക പോർട്ടൽ സന്ദർശിച്ച് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ഈ ഫോം നമ്മൾ കോപ്പി എടുത്തിട്ട് അത് ഫില്ല് ചെയ്തതിന് ശേഷം ഈ അപേക്ഷാ ഫോമും കൂടെ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള അത്രയും രേഖകളും അതിലെന്ത് ചെയ്യുക, താഴെ പറയുന്ന ഈ വിലാസത്തിലേട്ടാണ് നമ്മൾ അയക്കേണ്ടത്. സ്റ്റേഷൻ സെൽ ECHS CODSC സെന്റർ, ഭരണശ്ശേരി PO, കണ്ണൂർ 670013 എന്നുള്ള പിൻകോഡാണ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ള ഈ ഒരു അഡ്രസ്സിലോട്ടാണ് നമ്മുടെ ഈ ഒരു അപേക്ഷാ ഫോമും കൂടെയുള്ള രേഖകളും എത്തിക്കേണ്ടത്. ഇത് നമുക്ക് എങ്ങനെ എത്തിക്കാം? നേരിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, തപാൽ വഴിയോ സമർപ്പിക്കാം. പക്ഷെ അവസാന തീയതി വരുന്നത് ജൂലൈ 25 പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പാൻ കാർഡിന്റെയും ആധാർ കാർഡിന്റെയും പകർപ്പുകൾ ഇല്ല എങ്കിൽ അപേക്ഷകൾ മുന്നറിയിപ്പില്ലാതെ തന്നെ എന്ത് ചെയ്യും, നിരസിക്കപ്പെടും എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.